ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റപ്പോൾ ഞാൻ വിചാരിച്ചു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന്. അത് ഒരുപാട് നാളായി ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് സമയമോ സാഹചര്യമോ ഒന്നും തന്നെ ഒത്തു വന്നില്ല. അപ്പോൾ ഇന്ന് വിചാരിച്ചു എന്തായാലും ചെയ്തേക്കാമെന്ന്. അതറിഞ്ഞതും ഒരാളും കൂടെ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ആളാണ് കേട്ടോ മുമ്പിൽ കിടക്കുന്നത്. പിന്നെ മുറ്റത്ത് വന്ന് പോയതിൻ്റെ ചമയാണ് കിടക്കുന്നത്. അങ്ങനെ ഞങ്ങളിങ്ങനെ കുറച്ച് നേരം മുറ്റത്തൊക്കെ ഇരുന്നു. അപ്പോഴത്തേക്കും പൂച്ചക്കുട്ടീനെ കണ്ടതും ഒരാൾ ഭയങ്കര ആക്റ്റീവായി. ആക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീത്ത വിളിക്കുക, തല്ലാൻ പോവുക, അതൊക്കെയാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ സ്നേഹപ്രകടനം ഒന്നുമല്ല നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിട്ട് കഴിഞ്ഞാൽ അപ്പോൾ എന്താ ചെയ്യാന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. അങ്ങനെ ഞാൻ ഈ ഷീറ്റ് എടുക്കാൻ വേണ്ടി പോയ സമയം കൊണ്ട് ഒരു മുല്ലപ്പൂ എടുത്ത് വായിലിട്ടിട്ടുണ്ട്. അത് വല്യമ്മ വന്നിട്ടുണ്ടായിരുന്നു. വല്യമ്മ കൊടുത്ത പൂവാണ്. അത് തലയിലാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. ഞാൻ റൂമിൽ പോയി വരുമ്പോഴത്തേനും അത് വായിലെത്തി. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ അതെടുത്തു. പിന്നെ ഞാനിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഉണ്ണിക്ക് ഞാൻ ഷമാമും പിന്നെ ക്യാരറ്റും കൂടെ മിക്സ് ചെയ്ത് പുഴുങ്ങി കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ ഞാൻ അതിൻ്റെ ഒക്കെ നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ക്യാരറ്റും ഷമാമൊക്കെ എടുത്ത് ഷമാമൊക്കെ തീരാറായി. അങ്ങനെ അത് രണ്ടും കൂടിയിട്ട് ഞാൻ നന്നായിട്ട് വേവിക്കാൻ വെച്ചു. ആ നേരത്തൊക്കെ ഒരാൾ ഇതാ ചെയറിലാണ് കേട്ടോ. ഈ ഒരു ഹൈ ചെയർ മേടിച്ചേക്ക് ഒരുപാട് ഉപകാരമായി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ആളെ അങ്ങനെ ഇരുത്താനായിട്ട് പറ്റുന്നുണ്ട് കുറേ സമയം. എനിക്ക് ഇപ്പം എന്താ പറയുക, ആൾക്ക് തന്നെ ഉണ്ടാക്കുന്ന ഫുഡിന് തന്നെ പ്രിപ്പയർ ചെയ്യാനുള്ള ടൈമൊക്കെ കിട്ടുന്നുണ്ട്. ഭയങ്കര വാശിയോ ദേഷ്യമോ ഒന്നും ഇല്ല കേട്ടോ അതിലിരിക്കാനായിട്ട്. അപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് കഴിക്കാനും കൊടുക്കും. അപ്പം ഇപ്പം ഞാൻ കൊടുത്തിരിക്കുന്ന മലരാണ്. തലേദിവസം പറ വന്ന് പോയതിൻ്റെ ബാക്കിയുള്ള മലരാണ്. മലര് കഴിച്ച് മടുത്തപ്പോഴത്തേക്കും ഞാൻ പിന്നെ ഒരു ചെറിയൊരു പീസ് ക്യാരറ്റും കൂടെ കൊടുത്തു കേട്ടോ. അപ്പം പിന്നെ അതും സന്തോഷമായി, അതും കടിച്ചിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉറങ്ങി കേട്ടോ. ഉറങ്ങിക്കഴിഞ്ഞ് പിന്നെ ആ നേരം കൂടി ഞാൻ കുറച്ച് ഇഡ്ഡലിയൊക്കെ കഴിച്ചു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് തീർത്തു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഒരു ഈ ബോട്ടിൽ ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ. കാരണം പുറത്ത് ട്രാവൽ ചെയ്യുമ്പോഴായാലും വീട്ടിലായാലും ഒക്കെ കുറുക്ക് കൊടുക്കാനൊക്കെ ഭയങ്കര ഈസിയാണ്. പിന്നെ ടീസ്പൂണോ പാത്രമോ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല, ഈ ഒരു സംഭവം മാത്രം മതി. അപ്പം ഞാൻ വേഗം കുറുക്ക് എടുത്തിട്ട് പാത്രത്തിലാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇത് ഞാൻ കറക്റ്റ് അളവിലാണ്, ഇങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ. കറക്റ്റായിട്ട് ഈ കുപ്പിയിൽ തന്നെ ഉള്ള ഒരു ബോട്ടിൽ തന്നെ ഉള്ള അളവ് തന്നെ ഞാൻ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് ഡെയിലി. അപ്പോൾ 2 ടീസ്പൂണാണ് ഞാൻ കായപ്പൊടി എടുക്കുന്നത്. ഇന്ന് കായപ്പൊടി കുറുക്കാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പം നേരത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഷമാമും ക്യാരറ്റും നന്നാക്കുന്നത്. അതെന്താണെന്നുണ്ടായെന്ന് വെച്ചാൽ ഇന്ന് എൻ്റെ വീട്ടിൽ ആരുമില്ല. അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. ആ സമയം കൊണ്ട് എനിക്ക് ഉണ്ണീനെ ഉറക്കാൻ പോയ നേരം കൊണ്ട് അത് കേടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ നേരം കൊണ്ട് കിട്ടിയ സമയം കൊണ്ട് ഞാൻ വേഗം എടുത്തിട്ട് ഉണ്ടാക്കിയ കുറുക്കാണ് കേട്ടോ ഇത്. അത് ഞാൻ ബോട്ടിലാക്കി. അതിന് ശേഷം ഞാൻ പോയ പണി ഇരട്ടി പണിയുള്ള ഒരു കാര്യത്തിനാണ്. ഇതാ കണ്ടോ, പാത്രമൊക്കെ അടി പിടിച്ച് ആകെ ഈ കോലം കെട്ടിരിക്കുകയാണ്. അപ്പൊ അമ്മ പുറത്തു പോയി വരുമ്പോഴത്തേക്ക് എനിക്ക് അതൊക്കെ ക്ലീൻ ചെയ്യണം. അപ്പൊ ഞാൻ വേഗം അത് ഉരച്ചുരച്ച് കഴുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അമ്മ ഇപ്പോൾ അത് അറിഞ്ഞിട്ടില്ല. ഈ വീഡിയോ കാണുമ്പോഴായിരിക്കും അമ്മ അത് അറിയുക. അപ്പൊ ഞാൻ കുറെ സമയം എടുത്തിട്ടാണ് ഞാൻ അത് നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഒരുവിധമൊക്കെ. അങ്ങനെയാണ് അമ്മ അറിയാതിരുന്നത്. അങ്ങനെ പിന്നെ ഒരാൾ കുളിയൊക്കെ കഴിഞ്ഞ് ഉറക്കൊക്കെ കഴിഞ്ഞ് സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ആൾക്ക് കുറുക്കൊക്കെ കൊടുത്ത് റെഡിയാക്കി ഇരിക്കുന്നുണ്ട്. ആ നേരത്തെ കൊടുത്ത ക്യാരറ്റും കയ്യിലുണ്ട് കേട്ടോ എപ്പോഴും. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ പ്ലേ ടൈമാണ്. അപ്പൊ ഞാൻ കുറച്ച് കളിപ്പാട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരെണ്ണം 5 മിനിറ്റ് നേരത്തേക്ക് വേണ്ടു. പിന്നെ അടുത്തതിന് പുതിയത് കൊടുത്തുകൊണ്ടിരിക്കണം. പിന്നെ ഞാൻ അധികം സമയമൊന്നും വീഡിയോ എടുക്കാൻ മറന്നുപോയി സത്യത്തിൽ. പിന്നെ ആൾ ഉറക്കം തന്നെയായിരുന്നു കേട്ടോ കുറച്ച് നേരത്തേക്ക്. പിന്നെ എഴുന്നേറ്റ് പിന്നെ കളി അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പിന്നെ വൈകുന്നേരം അമ്മയുടെയും ചേട്ടൻ്റെയും കൂടെ ഒരു ഈവനിങ് വാക്ക് നിർബന്ധമാണ്. പിന്നെ കൂളിയൊക്കെ കഴിഞ്ഞ് ഭസ്മൊക്കെ തൊട്ടിട്ട് ഇരിക്കുകയാണ്. പിന്നെ ഇപ്പൊ നല്ല ചൂടാണല്ലോ. അപ്പൊ ഞാൻ മുടിയും കൂടെ കെട്ടി വെച്ച് കൊടുത്തു കേട്ടോ. അപ്പൊ പിന്നെ സന്തോഷമായി. അങ്ങനെ കുറച്ച് സമയമൊക്കെ കളിച്ച് കഴിഞ്ഞ് പിന്നെ അത്ര നേരത്തെ ഒന്നും ഉറങ്ങില്ല, ലേറ്റ് ആയിട്ടേ ഉറങ്ങുള്ളൂ. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ വീഡിയോ. ഓക്കെ.